എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റിസൾട്ട് നാളെ പ്രഖ്യാപിക്കും. അപ്പോൾ നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ്, അതുപോലെ ഏത് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ A+ കിട്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ A+ ലഭിച്ച ജില്ല ഏതാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ള ജില്ലയാണ്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ തോറ്റിട്ടുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എത്ര മണിക്കാണ്, അതായത് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കാണ് നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് അറിയാൻ സാധിക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി 3 മണിയോടെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് നിങ്ങളുടെ SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അറിയുക. സാധാരണ അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷമായിരിക്കും റിസൾട്ട് വെബ്സൈറ്റിൽ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് വിവിധ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഒന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയാം, അപ്പോൾ parishshabhavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഗ്രേഡ് അല്ല കിട്ടിയത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ A+ കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു C ഗ്രേഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് റീവാലുവേഷൻ ആയിട്ട് കൊടുക്കാം. അതായത് വീണ്ടും നിങ്ങളുടെ ഈ ഒരു SSLCയുടെ ആ ഒരു ഏത് സബ്ജക്റ്റിൻ്റെതാണോ ആ ഒരു ഉത്തരക്കടലാസ് അത് വീണ്ടും പുനർമൂല്യനിർണ്ണയം, അതായത് വീണ്ടും വാല്യുവേഷൻ ചെയ്യുന്നതിനായിട്ട് അപേക്ഷിക്കാം. അതാണ് റീവാലുവേഷൻ. ഇങ്ങനെ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ ആ ഒരു കൂടിയ ഗ്രേഡ് പരിഗണിക്കുകയും നിങ്ങൾ അടച്ച 400 രൂപ, അതായത് റീവാലുവേഷൻ 400 രൂപയാണ് SSLCയുടെ ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേഡ് കുറയുകയാണ്, റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് കുറയുകയാണ്, അതായത് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് A ഗ്രേഡ് ആണ്, റീവാലുവേഷന് ശേഷം അത് A+ ആണ്. അപ്പോൾ ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 400 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ A ഗ്രേഡ് ഉണ്ട്, എന്നാൽ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് അതൊരു B+ ആയിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ റീഫണ്ട് കിട്ടുന്നതല്ല. എന്നാൽ നിങ്ങളുടെ ഗ്രേഡ് A ഗ്രേഡ്, അതായത് മുമ്പുള്ള ഗ്രേഡ്, റീവാലുവേഷൻ മുമ്പുള്ള ഗ്രേഡ് ഏതാണോ അതായിട്ട് പരിഗണിക്കുക. അതായത് നിങ്ങളുടെ ഏറ്റവും കൂടിയ ഗ്രേഡ് മാത്രമേ നിങ്ങളുടേതായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അതുപോലെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനിക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അതുപോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. SSLC റിസൾട്ട് വന്ന് അടുത്ത ദിവസം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഈ ഒരു പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റ് മുഖേനയോ അതല്ലെങ്കിൽ SSLCexam.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയോ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിച്ച ശേഷം ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ എത്ര രൂപയാണ് ഫീസ് ടോട്ടൽ അടക്കേണ്ടത് ആ ഒരു പൈസയും കൂടി എടുത്ത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകിയാൽ മതിയാകും. അപ്പോൾ ഒരു നിശ്ചിത ദിവസത്തിനകം, അതായത് ഈ ഒരു ഡേറ്റ് പറയും, അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അത് നൽകുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്യും. അങ്ങനെ കൺഫേം ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമാണ് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഇതിൽ ഏതിനൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകണം. അതുപോലെ ഫീസും സ്കൂളിലാണ് നൽകേണ്ടത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് നൽകേണ്ടതെങ്കിലും ഫീസൊക്കെ സ്കൂളിലാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്ന സമയത്തും അത് സ്കൂളിൽ നിന്നാണ് കിട്ടുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയം എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ parishshabhavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള ആ ഒരു വിവിധ റിസൾട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ SSLC റിസൾട്ട് വന്നാൽ മുകളിലായിട്ട് തന്നെ SSLC റിസൾട്ട്സ് 2025 അല്ലെങ്കിൽ SSLC പരീക്ഷാഫലം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ റിസൾട്ട് ജസ്റ്റ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ റീവാലുവേഷൻ്റേതാണോ ഏതിൻ്റേതാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു SSLC സേ പരീക്ഷയുടെ ഈ ഒരു റിസൾട്ടിൻ്റെ പേജാണിത്. അപ്പോൾ നിങ്ങളുടെ SSLCയുടെ റിസൾട്ടിൻ്റേത് ഈ ഒരു സേ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പേജ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം SSLC സേ എക്സാമിനേഷൻ മെയ് 2025 റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ഇവിടെ SSLCയുടെ റിസൾട്ടിൻ്റേതിൽ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്നാണ് ഉണ്ടാവുക. ഈ ഒരു സേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ മെയ്ക്ക് പകരം മാർച്ചാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ റിസൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഓപ്ഷനും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗം ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് നൽകിയ ശേഷം വ്യൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു
SSLC റിസൾട്ടിൻ്റെ പേജിൽ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ, ഇതേപോലെ നീല കളറിലുള്ള ഒരു ബട്ടൺ കൂടി എക്സ്ട്രാ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ചെക്ക് ആൻഡ് ദ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നൽകിയ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാഞ്ഞു പോവുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വീണ്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറും അറിയാമെങ്കിൽ കൃത്യമായിട്ട് അത് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ റിസൾട്ട് കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബട്ടൺ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് ക്ലോസ് ആയിട്ട് നേരത്തെ ഉള്ള പേജിലേക്ക്, അതായത് ഈ ഒരു പേജിലേക്കാണ് പോവുക. അതായത് നേരത്തെ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു പേജിൻ്റെ ലിങ്കാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ്, റിസൾട്ട് അറിയാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ് SSLCexam.kerala.gov.in, അതുപോലെ SSLCHI exam.kerala.gov.in ഇതുപോലുള്ള വെബ്സൈറ്റുകൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിങ്കുകൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറിയിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് ലിങ്ക് മനസ്സിലാക്കേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ SSLC, അതുപോലെ തന്നെ SSLCHI, അതുപോലെ THSLC, അതുപോലെ തന്നെ THSLCHI, അതുപോലെ തന്നെ AHSLC എന്ന് പരീക്ഷാ പോർട്ടലുകൾ എന്ന് നൽകിയെടുത്ത് കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരിക്കും, അതായത് ഏതെങ്കിലും വിഭാഗത്തിൽ നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ SSLC എന്നുള്ള ആ ഒരു ലിങ്കിലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, അതായത് SSLCexam.kerala.gov.in. അപ്പോൾ ഇതാണ് ഈ ഒരു പേജിൻ്റെ ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഒരു കടലാസിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് അത് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ SSLC റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്നുള്ള ഭാഗത്ത് SSLC എക്സാം റിസൾട്ട് മാർച്ച് 2025 പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു, അതായത് ഹെഡിങ് ടൈറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതിന് നേരെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ റിസൾട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സേഡ് ആ ഒരു പേജ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത് വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റു വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് result.kit.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിലവിൽ അപ്ഡേറ്റ് നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിലവിൽ ആ ഒരു വെബ്സൈറ്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു എറർ മെസ്സേജ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ആ ഒരു വെബ് പേജ് ഇന്നലെ ജസ്റ്റ് അതിൻ്റെ അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് അത് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അല്ലാതെ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ലഭ്യമായിട്ടുണ്ട്, result.kit.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണിത്. അപ്പോൾ കേരള SSLC എക്സാമിനേഷൻ റിസൾട്ട് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു തലക്കെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം, റിസൾട്ട് വിൽ ബി പബ്ലിഷ്ഡ് ആഫ്റ്റർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. അതായത് ഈ ഒരു ഒഫീഷ്യലായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച ശേഷമാണ് വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം വെബ്സൈറ്റിൽ വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം ഏകദേശം ഒരു 4 മണി അല്ലെങ്കിൽ 3:30 നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അറിയാൻ സാധിക്കും. ഈ വെബ്സൈറ്റിൽ അറിയാനായിട്ട് ജസ്റ്റ് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് result.kit.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ SSLC എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാവില്ല, ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗം മാത്രമാണ് ഉണ്ടാവുക. അതായത് സാധാരണ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു SSLCയുടെയും +2-ൻ്റെയും വരിക റിസൾട്ട്. അപ്പോൾ ഈ ഒരു +2-ൻ്റെ വരാത്തത് കൊണ്ട് SSLCയുടെ റിസൾട്ട് മാത്രമായിരിക്കും ഇതിൽ കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെബ്സൈറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവുക, രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗം, അതുപോലെ തന്നെ വ്യൂ റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അടിയിലുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നിങ്ങൾ വ്യൂ റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിസൾട്ട് നാളെ ഈ ഒരു വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ, അതായത് സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണോ എന്നറിയില്ല. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെയൊന്നും സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ SSLC, HSC, VHSC എന്ന് പറഞ്ഞുകൊണ്ടാകും. അതിൽ SSLC സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും. റിസൾട്ടിന് താഴെയായിട്ട് പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതായത് ഡൗൺലോഡ് ചെയ്ത് PDF രൂപത്തിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.